ഹായ് ഗൈസ്, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്ലേ സ്റ്റോറിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്വിക്കോട്ട് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്കൊരു അപ്ഡേഷൻ കൊണ്ടുവരാനായിട്ടുണ്ട്. ഓക്കെ, ആ അപ്ഡേഷൻ എന്താണ് ഞാൻ പറയാം. അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പുതിയ അപ്ഡേറ്റഡ് റിലീസ് നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷൻസും ചെയ്യുന്നത്. നമ്മുടെ മൊബൈലിനകത്ത് ആപ്ലിക്കേഷൻസിനകത്ത് ഓരോരോ അപ്ഡേഷൻസ് വരാറില്ലേ, ആ അപ്ഡേഷൻസ് എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ്റെ ആൾക്കാർ എങ്ങനെയാണ് അപ്ഡേഷൻസ് റിലീസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം എനിക്കിവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഓൾറെഡി. നമുക്ക് ക്വിക്കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഗൂഗിൾ പറഞ്ഞൊരു പ്ലേ ബില്ലിങ്ങിൻ്റെ ഒരു ലൈബ്രറി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ബഗ് ഫിക്സസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പുതിയൊരു അപ്ഡേഷൻ റിലീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സോഴ്സ് കോഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് നമ്മൾ ആ ഒരു അപ്ഡേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അതിനകത്ത് ചേഞ്ച് വരുത്തേണ്ടത്, ആ ചേഞ്ചസൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽസിനകത്ത് പോയിട്ട് ഓപ്പൺ റീസെൻറ്റ് ക്വിക്കോട്ട് എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേരെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ സോഴ്സ് കോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഒരു ചേഞ്ചും കൂടി എനിക്ക് വരുത്താനുണ്ട്. ഓക്കെ, ആ ചേഞ്ച് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഇതിനെ നമ്മളൊന്ന് ബിൽഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ പുതിയ റിലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ ഫൈൻഡർ കൊടുക്കാം. ഇതിനെ പ്ലേ സ്റ്റോറിലേക്ക് ഒരു പുതിയ അപ്ഡേറ്റ് റിലീസായിട്ട് പബ്ലിഷ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ വൈറ്റ് സിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഗൂഗിൾ പ്ലേ കൺസോൾ ത്രൂ ആണ്, ആ ഒരു പ്രൊഫൈൽ ത്രൂ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമുക്ക് പ്ലേ കൺസോൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്സിനെല്ലാവരും പബ്ലിഷിങ് റിലീസിങ് ഇതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്ലേ കൺസോളിലേക്കൊന്ന് പോകാം. ഗൂഗിൾ പ്ലേ കൺസോൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേ കൺസോളിലേക്കുള്ള ലിങ്ക്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഏത് അക്കൗണ്ട് ത്രൂ ആണോ നമ്മുടെ പ്ലേ കൺസോൾ അക്കൗണ്ട്സൊക്കെ ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് പ്ലേ കൺസോൾ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്ലേ കൺസോൾ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് കുറച്ച് വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ID വെരിഫൈ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വിക്കോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷന് മാത്രമായിട്ടുള്ള ഇൻ്റർഫേസുകളാണ് വരാം. ഇവിടെ നമുക്കൊരു പുതിയ റിലീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പ്രൊഡക്ഷൻ റിലീസസിൻ്റെ അണ്ടറിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ പോവാം. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ റിലീസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ റിലീസ് ഡാഷ്ബോർഡ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. ഇത്ര കൺട്രീസിനകത്തുണ്ട്. ഓക്കെ, നമ്മളൊരു പുതിയ റിലീസ് കൊടുക്കാനായിട്ട് ക്രിയേറ്റ് ന്യൂ റിലീസുകളിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻഡർ കൊടുക്കാം. ഇനി ഈ ഒരു റിലീസിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് പുതിയ റിലീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു പഴയ ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു പുതിയ സിപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് ഇതിനെയും കംപ്രസ് ചെയ്തിട്ട് ഒരു പുതിയൊരു സിപ്പ് ഫയലാക്കി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഈ ഒരു ആപ്പ് release.aab ഇത് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വേർഷൻ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ വേർഷൻ കോഡ് നമുക്ക് പറയാം 21 ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു ബഗ് ഇവർ പറഞ്ഞിരുന്ന ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ നമ്മൾ റിവ്യൂവിന് സബ്മിറ്റ് ചെയ്യണം. ഗൂഗിളിൻ്റെ ടീം ഇതിനെ റിവ്യൂ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സിപ്പ് ഫയൽ അതിനെ ഈ ഒരു ബണ്ടിലിനൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് നേറ്റീവ് ബഗ് സിമ്പിൾസ് ഒരു സിപ്പ് ഫയലാണ്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് നമ്മളുടെ ഈ ഒരു സിപ്പ് ഫയലിനെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ നമ്മളിപ്പോൾ ആ ഒരു സിപ്പ് ഫയലിനെ അപ്ലോഡ് ചെയ്തു. ഇനി നമുക്ക് വേറെ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളുടെ ഈ ഒരു റിലീസ് നോട്ടിൻ്റെ അകത്ത് നമ്മളെന്താണ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ബഗ് ഫിക്സുകളുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു റിലീസ് നോട്ടിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ മെൻഷൻ ചെയ്യണം കമ്പൽസറി അല്ല, എന്നാലും നമ്മളിത് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലാണ് നമ്മുടെ ഓഡിയൻസിന് ഇതിനകത്ത് എന്തിനാണ് നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത്ര കാര്യങ്ങളും ചെയ്ത് കുറച്ച് സെക്യൂരിറ്റി ലൈബ്രറീസിനെ അപ്ഡേറ്റ് ചെയ്തു. ബില്ലിംഗ് ലൈബ്രറി കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ടു ലേറ്റസ്റ്റ് വെർഷനിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഫ് കോഴ്സ് അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് കൂടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ബഗ് ഫിക്സുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യാം, ജസ്റ്റ് മെൻഷൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇവരുടെ അപ്ഡേറ്റ്സിൻ്റെ അകത്ത് യു വിൽ ടേക്ക് ആക്ഷൻ അൺലെസ് യു ഫിക്സ് ദി വയലേഷൻ. നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മളുടെ ടാർഗറ്റ് SDK എന്ന് പറയുന്നത് ഓൾറെഡി 34 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോ വറീസ് ആണ്. ഇതിന് നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് സേവ് ചെയ്താൽ മതി. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു പബ്ലിഷിങ് ഇവിടെ വന്നിട്ട് നമുക്കിതിനെ റിവ്യൂവിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യണം. നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് എല്ലാനും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് വരും. എന്നിട്ട് ഇതിനെല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ 1 by 1 ആയിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്തിനേലും സെൻഡ് ചെയ്യുന്നത് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊരു പ്രൊഡക്ഷൻ റിലീസാണ്, ഫുൾ റോൾ ഔട്ട്. അപ്പോൾ ഇത് നമ്മൾ റിവ്യൂവിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യാണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ഇവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിതിനെ സെൻഡ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് തന്നെ ഒരു ക്വിക്ക് ചെക്ക് നടത്തും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് തന്നെ ഫസ്റ്റ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ചെക്കിംഗ് ആണ്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് ഇത് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്കുള്ള റിവ്യൂവിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ലൈവായിട്ട് റിലീസാവുക. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് ഒരു പുതിയൊരു റിലീസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ്റെ അകത്ത് വന്ന് നോക്കിയാൽ റിലീസ് ഡാഷ്ബോർഡ് റിലീസസിനകത്ത് വന്നാൽ നമ്മളിപ്പോൾ ചെയ്ത പുതിയ റിലീസ് വേർഷൻ 21 ഇത് ഇൻ റിവ്യൂ ആണ്. ഇത് ഈ റിവ്യൂ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ അവൈലബിൾ ഓൺ പ്ലേ സ്റ്റോർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ സെർവറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ആ ഒരു ടൈം ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണ് അപ്ഡേറ്റ് റിസീവ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുകളിനകത്ത് അപ്ഡേഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് വേർഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.